നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിലെ രണ്ട് പവർ ഹൗസുകളായ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടം വളരെ ആകാംക്ഷയോടുകൂടിയാണല്ലോ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിക്കുന്നത്. നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് അർജന്റീന, നിലവിലെ ഫൈനലിസിമ ജേതാക്കളാണ് അർജന്റീന, നിലവിലെ കോപ്പ അമേരിക്ക ജേതാക്കളാണ് അർജന്റീന. അതേസമയം നിലവിലെ യുവേഫ യൂറോ ജേതാക്കളാണ് സ്പെയിൻ എന്ന കാര്യം ഓർക്കുക. അപ്പം ലാറ്റിൻ അമേരിക്കൻ ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടത്തിനായിട്ട് കാത്തിരിക്കുമ്പോൾ പക്ഷേ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഗാസ്റ്റൻ എഡൂല് TYC സ്പോർട്സിന്റെ ജേർണലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട്. നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. അതനുസരിച്ച് അദ്ദേഹം പറയുന്നത് ഫൈനലിസിമ 2025 അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള മത്സരം ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ഇതുവരെ ആ മത്സരത്തിനായിട്ട് ഒരു ഡേറ്റും ടൈമും ഫുട്ബോൾ കലണ്ടറിൽ കണ്ടെത്താനും പറ്റിയിട്ടില്ല. ആര് ഹോസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. ചുരുക്കത്തിൽ ആകെ അവ്യക്തമാണ് കാര്യങ്ങൾ. നേരത്തെ തന്നെ 2027 വരെ കോൺമബോളും യുവേഫയും തമ്മിൽ ഇത്തരം മത്സരങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കരാറിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഫൈനലിസിമ നടത്തിയത്. എന്നാൽ ഇനി 2025 ഫൈനലിസിമയുടെ കാര്യത്തിൽ വ്യക്തത വരുത്താൻ അവർക്ക് ബുദ്ധിമുട്ട്. കാരണം കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് ഷെഡ്യൂൾ ഇതിന് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ദർ ഇസ് നോ ഡേറ്റ്. ഇപ്പോൾ ഫിഫ ഡേറ്റിൽ ഈ മത്സരം നടത്താനുള്ള സ്ലോട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇനി അങ്ങോട്ടുള്ള ഫിഫ ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്തൊക്കെ ക്വാളിഫയർ മത്സരങ്ങൾ, വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ നടക്കുകയാണ്. ഇപ്പം സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുമാണല്ലോ ഈ വർഷം ഇനിയുള്ളത്. ആ 3 സ്ലോട്ടുകളിലും അർജന്റീനക്ക് മത്സരങ്ങളുണ്ട്. അത് കഴിഞ്ഞ് മാർച്ചിലാണെങ്കിലും മത്സരങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ തവണ നടത്തിയ പോലെ ജൂൺ മാസമാണ് പിന്നെ പരിഗണിക്കാൻ പറ്റുന്ന. ആ സമയത്താണെങ്കിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് USA നടക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ 2025 ഫൈനലിസിമ എന്നുള്ളത് ഒരു വ്യക്തതയില്ലാതെ മുന്നോട്ട് പോവുകയാണ്. കാര്യങ്ങൾ പൂർണ്ണമായിട്ടും അവ്യക്തമാണ്. എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പില്ല. ഈ ഒരു മത്സരം ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ നിരീക്ഷകർ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.